റസൂലുള്ളാഹിൻ്റെ കല്യാണത്തിൽ അതിന് തലയും വാലും ഉടലൊന്നും ഉണ്ടാവില്ല. അപ്പുറത്തും ഇപ്പുറത്തും ഒരു ഫ്ലാഷ്, ഒരു മൈക്രോ സെക്കൻഡ് മാത്രമേ ഉണ്ടാവുള്ളൂ. ആ ദീർഘമായ ചരിത്രത്തിൽ നിന്ന് ഒരു മൈക്രോ സെക്കൻഡ് ക്ലിപ്പ് മാത്രം എടുത്തിട്ട് കണ്ടോ, ഭാര്യ ഭർത്താവിനെ കൊന്നു, വാപ്പാനെ കൊന്നു, റസൂലുള്ളാഹി അപ്പം തന്നെ കെട്ടിക്കൊണ്ടുവന്നു. ഇത് കഴിഞ്ഞു കഥ. യഥാർത്ഥത്തിൽ എന്താണ് സഹോദരന്മാരെ സംഭവം? മദീനയിൽ ജീവിച്ചിരുന്ന പ്രധാനപ്പെട്ട 3 ഗോത്രമാണ് ബനു ഖൈനുഖാ, ബനു ഖുറൈള, ബനു നദീർ. ഈ ബനു നദീർ ഗോത്രത്തിൻ്റെ തലവനാണ് ഹുയൈ ഇബ്നു അഖ്തബ് എന്ന് പറയുന്ന തനിച്ച ജൂതനായ മനുഷ്യൻ. അയാൾ വലിയ പണ്ഡിതനായിരുന്നു, ജൂത പണ്ഡിതൻ. അയാൾ മാത്രമല്ല, അയാളുടെ സഹോദരന് വലിയ പണ്ഡിതനായിരുന്നു, അബൂ യാസിർ ബിൻ അഖ്തബ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ വരുന്നു. അങ്ങനെ പ്രവാചകൻ മദീനയിലേക്ക് ഹിജ്റ വരുന്നുണ്ട് എന്ന് ഇവർ രണ്ടുപേർക്കും വിവരം കിട്ടുകയാണ്. റസൂലുള്ളാഹി ആദ്യം ഇറങ്ങിയത് ഖുബൈലാണ്. ഇവർ രണ്ടുപേരും ഹുയൈ ഇബ്നു അഖ്തബും അബൂ യാസിറും ഖുബൈലേക്ക് പോയി റസൂലുള്ളാഹിയുമായി കൊണ്ട് സംസാരിച്ചു. കാരണം അവർക്കറിയാം അവസാന കാലത്ത് ഒരു പ്രവാചകൻ വരാനുണ്ട്, അതും ഈ മദീനയിലേക്ക് വരുമെന്ന വിവരം അവർ പണ്ഡിതന്മാർ അവർക്കറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംസാരിച്ചു, സംശയങ്ങൾ തീർത്തു. അവസാനം പ്രവാചകത്തെ മുദ്ര വരെ, റസൂലുള്ളാഹിൻ്റെ തോളിലുണ്ടായിരുന്ന റസൂലുള്ളാഹിൻ്റെ മുദ്ര വരെ അവർക്ക് കാണിച്ചു കൊടുത്തു. അവർക്ക് ഉറപ്പായി ഇതാ നബി തന്നെയാണ്. പക്ഷെ അംഗീകരിക്കാൻ നിർവാഹമല്ല, ജൂതന്മാരാണല്ലോ. അവർ ഒരു മഗ്രിബിൻ്റെ സമയത്ത് തിരിച്ചു വരാൻ സഫിയ റളിയല്ലാഹു അൻഹ വിശദീകരിക്കുന്നുണ്ട്. അപ്പം സ്വാഭാവികമായിക്കൊണ്ട് എൻ്റെ പിതാവ് വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ വലിയ ആഹ്ലാദത്തിലായിരിക്കും. പക്ഷെ ഈ വരവിൽ വലിയ ആഹ്ലാദമൊന്നും പിതാവിനും പിതൃവിനും കാണുന്നില്ല. അപ്പോൾ സഫിയ റളിയല്ലാഹു അൻഹ പറയാണ്, ഞാൻ എൻ്റെ പിതാവും പിതൃവിനും സംസാരിക്കുന്നതിനെ കേൾക്കാൻ. എന്താ പിതാവിനോട് പിതൃവിൻ ചോദിക്കുന്നത്? ആ ഹുവ, ഇത് നമ്മൾ പറഞ്ഞ ആ ആൾ തന്നെയാണോ? ആ പ്രവാചകൻ തന്നെയാണോ ഇത്? പിതാവിൻ്റെ മറുപടി ഹുവ, ഇത് മൂപ്പർ തന്നെയാണ്, ഇത് ആ പ്രവാചകൻ തന്നെയാണ്. അപ്പോൾ പിതൃവ്യൻ ചോദിക്കുന്നു, ഇനി നമ്മളെന്താ ചെയ്യുക? അംഗീകരിക്കണമല്ലോ. അപ്പോൾ ഹുയൈ ഇബ്നു അഖ്തബ്, സഫിയ റളിയല്ലാഹു അൻഹയുടെ പിതാവ് പറഞ്ഞു, അദാവതുക മാ ബഖൈത്, അംഗീകരിക്കൂല. ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം മൂപ്പരോട് ശത്രുവാണ് ഞാൻ. ഈ ഒരു ശത്രു സത്യം അംഗീകരിക്കാതിരിക്കാനുള്ള മനസ്സ്, പിതാവിൻ്റെ മനസ്സ് സഫിയ റളിയല്ലാഹു അൻഹ മനസ്സിൽ ഒന്ന് കോറി. ഇനി ചരിത്രത്തിലേക്ക് വീണ്ടും വരാം നമുക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ വന്നു. ഇസ്ലാമിക ഭരണങ്ങളൊക്കെ ഇങ്ങനെ നിലവിൽ വന്നു. ജൂതന്മാർക്ക് നിക്കപ്പുറതിയില്ലാതായി. ഈ ഹുയൈ ഇബ്നു അഖ്തബ് മക്കയിലേക്ക് പോയി. അവിടെ അബൂ സുഫിയാനുണ്ട്, അതുപോലെ തന്നെ അത്ഫാൻ ഗോത്രക്കാരുണ്ട്. അതേപോലെ ബനു ഖുറൈളയുടെ നേതാവായ കഅബ് ബിൻ അസ്ദിൻ്റെ അടുക്കിലേക്ക് പോയി. ഇവർ കമ്മിറ്റി ഉണ്ടാക്കുകയാണ്. എന്തിനു വേണ്ടി? റസൂലുള്ളാഹിനെ കൊല്ലണം, വേറെ നിർവാഹമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മദീനയിൽ വെച്ച് വധിക്കണം. അതിന് പ്ലാനിങ് റെഡിയാക്കാൻ വേണ്ടി ഹുയൈ ഇബ്നു അഖ്തബ് പോയി. അവസാനം പ്ലാനിങ് ഉണ്ടാക്കി. ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വിശ്വാസമല്ല. അബൂ സുഫിയാനും മൂപ്പരും വിശ്വാസമല്ല, അതുപോലെ തന്നെ മൂപ്പർക്ക് അബൂ സുഫിയാനും വിശ്വാസമല്ല. അവസാനം കഅബൻ്റെ കില്ല പിടിച്ചിട്ട് ഒക്കെ കഅബൻ്റെ ചരിത്രത്തിൽ കഅബൻ്റെ കില്ലൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഇവർ സത്യം ചെയ്തു, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വഞ്ചിക്കൂലെന്ന് സത്യം ചെയ്തു എന്ന്. ആയിക്കോട്ടെ, അങ്ങനൊക്കെ സത്യം ചെയ്ത് പോന്നു. ഫിത്ന തുടങ്ങുകയാണ് മദീനയിൽ. കപടവിശ്വാസികൾ കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സൗര്യ ജീവിതം തകർക്കുന്നു. മാത്രവുമല്ല, അവരുമായിക്കൊണ്ട് റസൂലുള്ളാഹി കരാറുണ്ടായിരുന്നു. ഖൈബറിൻ്റെ അല്ലെങ്കിൽ ആ ഖൈബറിൻ്റെ ഭാഗത്തിലൂടെ വരുന്ന ശത്രുക്കളെ നിങ്ങൾ തടുക്കണം, മദീനയെ സംരക്ഷിക്കണം. നിങ്ങൾക്ക് ആരെങ്കിലും ശത്രുക്കളുണ്ടെങ്കിൽ ഞങ്ങളും നിങ്ങളുടെ കൂടെ ഉണ്ടാകും. അങ്ങോട്ടും ഇങ്ങോട്ടും കരാർ. പക്ഷേ ഈ കരാർ അവർ ലംഘിച്ചു. റസൂലുള്ളാഹിനെ വധിക്കാൻ വേണ്ടി പ്ലാനിങ് റെഡിയാക്കി. എത്രത്തോളം ചോദിച്ചാൽ ഈ ഹുയൈ ഇബ്നു അഖ്തബ് എല്ലാ ദിവസവും 10,000 ഭടന്മാരെ തൻ്റെ ഖൈബർ കോട്ടയുടെ മുമ്പിൽ നിർത്തിയിട്ട് പറയും, മുഹമ്മദ് യഗ്സൂനന, മുഹമ്മദിന് നമ്മളോട് യുദ്ധം ചെയ്യാൻ ധൈര്യമുണ്ടോ? ആൺകുട്ടിയാണ് ഇങ്ങോട്ട് വരട്ടെ എന്ന് പറഞ്ഞ് റസൂലുള്ളാഹിനെ വെല്ലുവിളിച്ചിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നിക്കപ്പുറതിയില്ലാതെ ഇവർ ഫിത്ന ഉണ്ടാക്കണ മദീനയിൽ. അവർ കരാർ ലംഘിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടേക്ക് സൈനിക നീക്കം നടത്തി. അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ കയ്യിൽ പതാക കൊടുത്തു. എന്നൊരു പ്രവാചകൻ പറഞ്ഞൊരു വാക്കുണ്ട്, ഇസ്ലാമിനെയും ഇസ്ലാമിൻ്റെ പ്രവാചകന്മാരെയും ഇസ്ലാമിൻ്റെ യുദ്ധങ്ങളെ വിമർശിക്കുന്ന ആളുകൾ അറിയണം, ഈ ഏറ്റവും വലിയ നെറുകേട് റസൂലുള്ളാഹിനെ കാണിച്ച് റസൂലുള്ളാഹിനെ കൊല്ലാൻ വേണ്ടി പ്ലാനിങ് ഇട്ട ആളുകളോട് യുദ്ധം ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ അലി ബിൻ അബി താലിബിൻ്റെ കയ്യിൽ പതാക കൊടുത്തിട്ട് റസൂൽ എന്താ പറയുന്ന അറിയോ? സുമ്മദ്ഉഹും ഇലൽ ഇസ്ലാം, അലി
നീ ചെന്നിട്ട് വേഗം യുദ്ധം തുടങ്ങാൻ പാടില്ല. അവരുടെ കോട്ടക്കടുത്ത് എത്തി നീ ഇറങ്ങിയാൽ അവരെ സ്നേഹത്തോടുകൂടി ഇസ്ലാമിലേക്ക് നീ ക്ഷണിക്കണം, അവർക്ക് ഇസ്ലാം എത്തിച്ചു കൊടുക്കണം. അങ്ങനെ ഇസ്ലാം അവർ സ്വീകരിച്ചാൽ ഫവല്ലാഹി അല്ലാ അൻ യഹ്ദിയ ബില്ലാഹു ബിക റജുലൻ ഖൈറുൻ ലക മിൻ അൻ യകുന ഹുംറു നഅം. ഈ അവരോട് യുദ്ധം ചെയ്ത് ഒരു ചുവന്ന ഒട്ടകം നിനക്ക് ഗനീമത്ത് കിട്ടുന്നതിനേക്കാൾ നല്ലത് അവരുടെ ഇതിൽപ്പെട്ട ഒരാളെങ്കിലും നിന്റെ കൈകൊണ്ട് ഇസ്ലാം സ്വീകരിക്കുന്നതാണ് എന്ന് റസൂലുള്ളാഹി അലിക്ക് നിർദ്ദേശം കൊടുക്കാൻ. പക്ഷെ അവർ സ്വീകരിച്ചില്ല. അലി റളിയല്ലാഹു അൻഹു ക്ഷണിച്ചു, അവർ സ്വീകരിച്ചില്ല. അവർ അഹങ്കാരം കാണിച്ചു. അവസാനം യുദ്ധം നടന്നു. ഖൈബർ കോട്ട മുസ്ലിങ്ങൾ കീഴടക്കി. ആ ഖൈബർ കോട്ട കീഴടക്കിയപ്പോൾ ആ ഖൈബറിലെ ഭരണാധികാരിയായിരുന്ന കിനാനയുടെ ഭാര്യയായിരുന്നു സഫിയ റളിയല്ലാഹു അൻഹ. ആ സഫിയ റളിയല്ലാഹു അൻഹ സ്വാഭാവികമായി കൊണ്ടും പിടിക്കപ്പെട്ടു. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ആരാ സഫിയ റളിയല്ലാഹു അൻഹ? റസൂലുള്ളാഹിന്റെ ഏറ്റവും വലിയ ശത്രുവായ ഹുയ്യ് ബിൻ അഖ്തബിന്റെ മകളാണ്, കിനാനയുടെ ഭാര്യയാണ്. സഹാബത്തിന് വേണമെങ്കിൽ അവരെ വധിച്ചു കളയാം, കാരണം ഒരു ശത്രുവിൻ്റെ ഭാര്യയും ശത്രുവിൻ്റെ മകളുമാണ്. സഹാബത്ത് ചെയ്തില്ല. ഇസ്ലാമിൽ ചെയ്യാൻ പാടില്ല. പെണ്ണുങ്ങളെ യുദ്ധത്തിൽ വധിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് സഫിയ റളിയല്ലാഹു അൻഹ പിടിക്കപ്പെട്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിലേക്ക് കൊണ്ടുവരപ്പെട്ടു. സഫിയ റളിയല്ലാഹു അൻഹയുടെ രണ്ട് കല്യാണങ്ങൾ അതിന് മുമ്പ് കഴിഞ്ഞിരുന്നു. മൂന്നാമത്തെ ഭർത്താവാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കടന്നു വരുന്നത്. ഒന്ന് സല്ലാം എന്ന് പറയുന്ന മനുഷ്യനാണ്. ഹുയ്യ് ബിൻ അഖ്തബിൻ്റെ വലിയ അടുത്ത ആളായിരുന്നു. പക്ഷേ മദീനയ്ക്ക് പുറത്തു പോകാൻ പാടില്ല എന്ന അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. അവസാനം സല്ലാം സഫിയ റളിയല്ലാഹു അൻഹ ഒഴിവാക്കി. പിന്നെ കല്യാണം കഴിച്ച ആരെ അറിയോ? ഖൈബറിൽ വെച്ച് റസൂലുള്ളാഹിക്ക് വിഷം കൊടുത്ത സൈനബ് ബിൻത്ത് ഹാരിസ് എന്ന് പറയുന്ന മനുഷ്യനാണ് സഫിയ റളിയല്ലാഹുവിൻ്റെ ആദ്യത്തെ ഭർത്താവ്. സഫിയ റളിയല്ലാഹുവിനെ തലാഖിലിട്ട് കല്യാണം കഴിച്ചത്. രണ്ടാമത്തെ ഭർത്താവ് കിനാനയാണ്. കിനാനയുമായിട്ട് സഫിയ റളിയല്ലാഹു അൻഹ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സ്വപ്നം കാണാൻ. തൻ്റെ ഭർത്താവിൻ്റെ മടിയിൽ കിടന്നുറങ്ങാണ് സഫിയ റളിയല്ലാഹു അൻഹ. ഉറങ്ങുമ്പോൾ ഒരു സ്വപ്നം. എന്താണ് സ്വപ്നം? യസ്രിബിൻ്റെ ഭാഗത്ത് അഥവാ മദീനയുടെ ആ ഭാഗത്തിരുന്നൊരു പൂർണ്ണ ചന്ദ്രൻ വന്നിട്ട് സഫിയ റളിയല്ലാഹുവിൻ്റെ മടിയിലേക്ക് അങ്ങോട്ട് വീഴുന്നു. ഇതാണ് സ്വപ്നം. തൻ്റെ സ്വപ്നം തൻ്റെ ഭർത്താവുമായിട്ട് പങ്കുവച്ചു. ഭർത്താവ് ചോദിച്ചു, അവർ സ്വപ്ന വ്യാഖ്യാനത്തിൽ അറിയുന്ന ആളുകളായിരുന്നു, യസ്രിബിലെ മലിക്കിനെ വിവാഹം കഴിക്കാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞ് മുഖത്തൊരടി കൊടുത്തു സഫിയ റളിയല്ലാഹുവിൻ്റെ. അവിടെ മുഖത്ത് മുറിയായിപ്പോയി. പ്രവാചകൻ്റെ ജീവിതത്തിൽ സഫിയ റളിയല്ലാഹു റസൂൽ ചോദിക്കുന്നുണ്ട്, ഇതെന്താ അടി കിട്ടിയതെന്ന്. അപ്പോഴാണ് സഫിയ റളിയല്ലാഹു സംഭവം അനുസ്മരിക്കുന്നത്. ഇതും സഫിയ റളിയല്ലാഹുവിൻ്റെ മനസ്സിലുണ്ട്. അങ്ങനെ പിടിക്കപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ആ യുദ്ധ പിന്നെ സംഗതികളും അതുപോലെ തന്നെ അടിമകളൊക്കെ ഉണ്ട്. അതിൽ സ്ത്രീകളുണ്ട്, അതുപോലെ തന്നെ പുരുഷന്മാരുണ്ട്, ബന്ദികളൊക്കെ ഉണ്ട്. പ്രവാചകൻ അവരുടെ ആരുടെയും ഭാഗത്തേക്ക് പോയി നോക്കിയിട്ടില്ല. ഒരുപാട് അടിമകളുണ്ട്. ഏതാപ്പം നല്ല ചുറുക്കുള്ള പെണ്ണ് ഒന്ന് കെട്ടാനെന്ന് വിചാരിച്ച് ഈ വിമർശകന്മാരുടെ മനസ്സൊന്നും റസൂലുള്ളാഹിക്കില്ല. റസൂലുള്ളാഹി ഭാഗത്തേക്ക് തന്നെ പോയി നോക്കിയില്ല. അപ്പോഴാണ് ദിഹിയ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ അടുക്കിലേക്ക് വരുന്നു. നബി, എനിക്കൊരു അടിമനെ വേണം. നബി പറഞ്ഞു, നിങ്ങളെടുത്തോളൂ. അങ്ങനെ ദിഹിയത്തുൽ കൽബി റളിയല്ലാഹു അൻഹു, ഈ സഹാബിയാരാണ്. സഹാബത്തിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും സുമുഖനായ സൗന്ദര്യമുള്ള സഹാബിയായിരുന്നു ദിഹിയത്തുൽ കൽബി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എടുത്തോ. അങ്ങനെ ദിഹിയത്തുൽ കൽബി സഫിയ റളിയല്ലാഹുവിനെ എടുത്തു. അപ്പോഴും നബി വിവരം അറിയണില്ല. ഈ കൂട്ടത്തിൽ സഫിയ റളിയല്ലാഹു ഉണ്ടെന്ന് വിവരം പോലും അപ്പോൾ നബി അറിയണില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു സഹാബി വന്നിട്ട് നബിനോട് പരാതി പറയും, യാ നബി അല്ലാഹ് അഅതൈത ദിഹിയ സഫിയ. അല്ല നബിയെ, നിങ്ങൾ സഫിയ റളിയല്ലാഹുവിന് സഫിയയെ ദിഹിയക്ക് കൊടുത്തല്ലോ. വഹിയ ബിൻതു ഹുയൈ സയ്യിദു ഖൗമിഹി. ഈ സഫിയ ആരാന്നറിയോ നിങ്ങൾക്ക്? റസൂലുള്ളാഹിനോട് പറയുന്നത്. ഈ സഫിയ ആരാ നിങ്ങൾക്കറിയോ? ഹുയൈ ഗോത്രത്തിൻ്റെ തലവനായ ഹുയൈൻ്റെ മകളാണ്. ആ ഗോത്രത്തിൻ്റെ തലവനായ ഹുയൈൻ്റെ മകളാണ്. വസൗജത്തു കിനാന മലിക് ഖൈബർ. ഖൈബറിലെ രാജാവായിരുന്ന കിനാനയുടെ ഭാര്യയാണിവർ. അതുകൊണ്ട് ഒമാ തറാഹ തസുലുലി ദിഹിയ. ആ സഫിയ റളിയല്ലാഹു അൻഹ ഒരിക്കലും ദിഹിയക്ക് യോജിക്കൂല നബിയെ. വലാ തസ്ലുഹു ഇല്ലാ ലക. അതുകൊണ്ട് നിങ്ങൾ അവരെ സ്വീകരിക്കണം. റസൂലുള്ളാഹി അങ്ങോട്ട് വന്ന് മണ്ടി വാരി വലിച്ചെടുത്തതല്ല. അങ്ങനെയാണ് ചില ആളുകൾ വിമർശകന്മാർ അറിയാറുള്ളത്. ഭർത്താവിനെ കൊന്ന്, അതുപോലെ തന്നെ സഹോദരനെ കൊന്ന്, ബാപ്പാനെ കൊന്ന് എങ്ങനെ എടുത്തു. നിങ്ങൾ ആലോചിക്കണം, ഇതാണ് ചരിത്രം. റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്നിട്ട് സഹാബിമാർ പറയാണ്, നബിയെ നിങ്ങൾ സഫിയ റളിയല്ലാഹുവിനെ ഏറ്റെടുക്കണം. ഫലോ അഖത്തഹ ജാരിയതൻ ലക.
ഇനി നിങ്ങൾ കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ ഒരു അടിമയായിട്ടെങ്കിലും നിങ്ങൾ എടുക്കി നബിയെ. കാരണം ഒരിക്കലും ദിഹിയക്ക് സഫിയ റളിയല്ലാഹു അൻഹ യോജിക്കുകയില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ ചെയ്യേണ്ടത്? ഈ വിമർശകന്മാർ പറയുക, എന്ത് നബി എന്ത് ചെയ്യണം? അവരെ വധിക്കണോ അതല്ല ഏറ്റെടുക്കണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്ന് ആലോചിച്ചു. മാത്രമല്ല സഫിയ റളിയല്ലാഹു അൻഹ പ്രവാചകന്റെ ഹാറൂൻ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പരമ്പരയിൽപ്പെട്ട ആളാണ്. ഇവിടെ ഫൈസൽ മൊഴി സംസാരത്തിൽ പറഞ്ഞു റസൂലുള്ളാഹിന്റെ എല്ലാ ഭാര്യമാരും പ്രവാചക കുടുംബത്തിൽപ്പെട്ട ആളുകളാണ്. ഹാറൂൻ നബിയുടെ കുടുംബത്തിൽപ്പെട്ട പരമ്പരയിൽപ്പെട്ട ആളാണ് സഫിയ റളിയല്ലാഹു അൻഹ.